കുഞ്ഞു മിനസാൻ ബ്ലാക്ക് ലോറിൻ്റെ ദി ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോർ മാങ്കയുടെ ദി ഫൈനൽ എപ്പിസോഡാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത് ബ്ലാക്ക് ലോർ അങ്ങനെ ഒഫീഷ്യലി എൻഡ് ആകുന്നതാണ്. നീണ്ട ഒരു വലിയൊരു ജേർണി തന്നെയായിരുന്നു ബ്ലാക്ക് ലോറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എൻഡിങ്ങിലേക്ക് എത്തിയപ്പോൾ എവിടെയോ എന്തൊരു തകരാറ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ ഈ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. അതേപോലെ തന്നെ ബ്ലാക്ക് ലോർ മാത്രമല്ല, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയുള്ള പല മാൻഹേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. അത് ചെക്കൗട്ട് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അതും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് 6 മാസം കഴിഞ്ഞുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവരെല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട്. അല്ല, അപ്പം പിന്നെ അടുത്ത വിസാർ കിങ് അതാരായിരിക്കും? അത് യൂണോ ആയിരിക്കും. പിന്നെ അല്ലാതെ ആര്? അല്ല, അത് ആസ്റ്റയായിരിക്കും. പിന്നെ ആസ്റ്റയുടെ ആൻറ്റി മാജിക് ഇല്ലായിരുന്നെങ്കിൽ യൂണോയ്ക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അതൊക്കെ ചുമ്മാതാണ്. യൂണോ ഇല്ലായിരുന്നെങ്കിൽ ആസ്റ്റ എപ്പോഴാണ് മരിക്കേണ്ടതായിരുന്നു. പക്ഷേ മാസ്റ്റർ യൂണോ അത് ശരിക്കും കൂളായിരുന്നു. എനിക്ക് അദ്ദേഹത്തിനാണ് ഇഷ്ടം. പക്ഷേ ആസ്റ്റ പറഞ്ഞത് അതാണ് ഏറ്റവും ബെറ്റർ. സത്യം പറഞ്ഞാൽ ആസ്റ്റ വേഴ്സസ് യൂണോ എന്നുള്ള ഫൈറ്റ് അവിടെ ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ക്യാപ്റ്റൻസിൻ്റെ ഇടയിലും അങ്ങനെ തന്നെയായിരുന്നു. കാര്യം അടുത്ത വിസാർഡ് കിങ് ആകണമെന്നുള്ള ആ ഒരു ഫൈറ്റ് അവരുടെ ഇടയിലും ചെറുതായിട്ട് നടക്കുന്നുണ്ട്. സോ ഏറ്റവും അവസാനം അവർ തന്നെ ഒരു മാർഗം കണ്ടെത്തി. സിമ്പിളായിട്ടും വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ടും വിസാർഡ് കിങ്ങിനെ കണ്ടുപിടിക്കാവുന്ന ഒരു രീതി. അപ്പോൾ എല്ലാവരോടും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ആരാണ് ജയിക്കുന്നത് അവരായിരിക്കും വിസാർഡ് കിങ് ആകാനായിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് മാത്രമല്ല ഈ ഒരു ഇവൻറ്റിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ദി യങ്ങസ്റ്റ് വിസാർഡ് കിങ്ങിനെ ആയിരിക്കും നമ്മളിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് അവിടെ ഒരു സ്ഥലത്ത് യൂണയും ആസ്വരം പരസ്പരം നിൽക്കുന്നതാണ്. അവരവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ പിന്നിൽ വലിയൊരു ഭാരം തന്നെയുണ്ട്. അതായത് അവർ രണ്ടുപേരും എന്തൊക്കെ സഹിച്ചാണ് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയെന്ന് അവർക്ക് രണ്ടുപേർക്കും വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അവരതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂണോ ഒരു മാസീവുള്ള അറ്റാക്ക് നമ്മുടെ ആസ്റ്റയുടെ നേരെ ചെയ്യുന്നുണ്ടെങ്കിലും ആസ്റ്റ നിസ്സാരമായി തന്നെ തൻ്റെ ആൻറ്റി മാജിക് യൂസ് ചെയ്ത് അത് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. എന്നാൽ യൂണോ ഒട്ടും തന്നെ പിന്നിലായിരുന്നു. അടുത്ത സെക്കൻഡ് ഒരു മാസീവുള്ള ടൊർണാഡോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ വീണ്ടും ആസ്റ്റ അത് ഡിസ്ട്രോയ് ചെയ്തിട്ട് നമ്മുടെ യൂണോനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും യൂണോ അത് ഡോഡ് ചെയ്ത് മാറിയിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. എന്നാൽ ആസ്റ്റ നിസ്സാരമായി തന്നെ ആ കൗണ്ടർ അറ്റാക്കിനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് തിരിച്ച് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യൂണോ പെട്ടെന്നായിരുന്നു ആ ഒരു സ്റ്റാർ മാജിക്കിൻ്റെ സഹായത്തിൽ കൂടി ആസ്റ്റയുടെ അറ്റാക്കിൻ്റെ മുകളിലേക്ക് ടെലിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആസ്റ്റയ്ക്ക് മറ്റു മാർഗമില്ലാതെ അത് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. ഈ ഒരു സമയം മനസ്സിലാക്കിയ യൂണോ അവൻ്റെ തൊട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സൈഡിൽ യൂണോയും മറ്റൊരു സൈഡിൽ നമ്മുടെ ആസ്റ്റയും നിൽക്കുന്നതാണ്. അവരുടെ ഫൈറ്റ് നന്നായിട്ട് തന്നെ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. ഇതേ സമയത്ത് പലരും പറയുന്നുണ്ട്, അല്ല യൂണോ എങ്ങനെയാണ് ആസ്റ്റയുടെ ആൻറ്റി മാജിക്കിലൂടെ പിടിച്ചു നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നത് യൂണോ അൾട്രാ ഹൈ ഉള്ള ഡെൻസിറ്റി മാജിക് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ ആൻറ്റി മാജിക്കിന് അത്ര പെട്ടെന്ന് അത് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ കാണുന്നത് അവർ തമ്മിലുള്ള ഒരു വാശിയേറിയ ബാറ്റിൽ തന്നെയാണ്. അവരുടെ രണ്ടുപേരുടെ മാജിക്ക് ശരിക്കും ഓവർവെൽമിംഗ് ആണ്. ആസ്റ്റ അവൻ്റെ സറൗണ്ടിങ്സിലെ അവൻ്റെ കീ യൂസ് ചെയ്ത് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ യൂണോ അവൻ എന്തായാലും സെറ്റിനെ പറ്റി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ടാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് ആസ്റ്റ പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്ക് യൂണോടെ നിരച്ചുന്നുണ്ട്. എന്നാൽ നിസ്സാരമായി തന്നെ യൂണോ അത് ഡോഡ് ചെയ്ത് മാറിയിട്ട് തൻ്റെ സ്റ്റാർ മാജിക് യൂസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണോ അധികമായിട്ട് അവൻ്റെ സ്റ്റാർ മാജിക് യൂസ് ചെയ്ത് ഡോഡ് ചെയ്യുന്നുണ്ട്. ഇതൊട്ടും തന്നെ നല്ലതല്ല. ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ മാജിക് അധികം നേരം നിൽക്കത്തുമില്ല. നോർമലി ഒരു മേജിന് അവൻ്റെ ഫിസിക്കൽ എബിലിറ്റി ബൂസ്റ്റിനായിട്ട് അവരുടെ മാജിക് ആവശ്യമുണ്ട്. പക്ഷേ ആസ്റ്റ ആൻറ്റി മാജിക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവന് പ്രത്യേകിച്ച് ഉപകാരമില്ല. പക്ഷേ എന്നിട്ടും എങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കും ആദ്യം സംഭവിക്കാനായിട്ട് പോകുന്നത്? യൂണോയുടെ മാജിക് തീരുവോ അതോ ആസ്റ്റയുടെ ബോഡി അതിൻ്റെ ലിമിറ്റിലേക്ക് എത്തുമോ? പെട്ടെന്നാണ് ആസ്റ്റ അത് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഡീമൺ ഡിസ്ട്രോയർ എടുത്തിട്ട് നമ്മുടെ യൂണോ ആ ഒരു സ്റ്റാർ യൂസ് ചെയ്ത് ജമ്പ് ചെയ്യാൻ പോയത് അവിടെ സ്റ്റോപ്പ് ചെയ്തത്. എന്ത് അവനെ ടെലിപ്പോർട്ടേഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് അല്ല ചെയ്തത്. എന്നിട്ട് നേരെ ചെന്ന് യൂണോനെ തൻ്റെ സോഡ് കൊണ്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കിയ യൂണോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പൊട്ടിപ്പോയ കഷ്ണങ്ങളിലേക്ക് തൻ്റെ വിൻഡ് മാജിക് യൂസ് ചെയ്ത് ആസ്റ്റനെ കൗണ്ടർ അങ്ങോട്ട് ചെയ്തു. എന്നിട്ടൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ യൂണോ നേരെ ഇവിടേക്ക് ചെന്ന് ആസ്റ്റയുടെ 2 സോഴ്സും തട്ടി 2 സൈഡിലേക്ക് കളഞ്ഞു. അല്ല, ആസ്റ്റയുടെ സോഴ്സ് പെട്ടെന്നാണ് ഒരു സ്റ്റാർ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വലിയൊരു കല്ല് ആസ്റ്റയുടെ തൊട്ട് മുകളിലേക്ക് വന്നത്. അവനൊന്ന് ഞെട്ടി. അടുത്ത സെക്കൻഡ് യൂണോ അവിടുന്ന് ടെലിപ്പോർട്ടായി മാറി. പിന്നെ കാണുന്നത് ആ ഒരു വലിയ കല്ല് ആസ്റ്റയുടെ തലയുടെ മേളിലേക്ക് വന്ന് വീഴുന്നതാണ്. എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്.
പക്ഷേ ആസ്റ്റയുടെ കൂടെയുള്ളവർക്കറിയാം അത് ആസ്റ്റ അല്ലായിരുന്നെങ്കിൽ അവൻ മരിച്ചെന്നോ. പക്ഷേ പിന്നെ കാണുന്നത് ആ ഒരു വലിയ റോക്ക് രണ്ടായിട്ട് പിളർന്ന് പോകുന്നതാണ്. യൂണോ ഒന്ന് ഞെട്ടി. ആ സമയത്ത് ആസ്റ്റ അതിൻ്റെ അത് പൊട്ടിച്ചുകൊണ്ട് നേരെ വന്നിട്ട് പറയുകയും ചെയ്യും, അതിന് ഞാനിവിടെ തീർന്നിട്ടില്ല. അവനവൻ്റെ കയ്യിലേക്ക് സെറ്റൻ യൂസ് ചെയ്തിട്ട് ആ റോക്കിനെ ഡിസ്ട്രോയ് ചെയ്തു. എന്നിട്ട് യൂണോയുടെ നേരെ ആസ്റ്റ ഓടി വരുവാണ്. പെട്ടെന്നായിരുന്നു യൂണോ തൻ്റെ ഗാർഡ് യൂസ് ചെയ്ത് അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് നോക്കിയത്. പക്ഷേ ആ ഒരു ഗാർഡൻ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് അവൻ്റെ പഞ്ച് യൂണോയുടെ മുഖത്ത് വന്ന് വീഴുകയും യൂണ തെറിച്ച് പോകുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ആൻറ്റി മാജിക് ക്ലോട്ട് ചെയ്തല്ലേ. പക്ഷെ വീണ അടുത്ത സെക്കൻഡ് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യും. എന്നാൽ ആസ്റ്റ തൻ്റെ കൈ കൊണ്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് യൂണോ ഒരു അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അവൻ്റെ മാജിക്ക് തീർന്ന കാര്യം യൂണോ മനസ്സിലാക്കിയത്. അല്ല, യൂണോയുടെ മാജിക്ക്. എന്നാൽ അത് നമ്മുടെ യൂണോ ആയിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ശരീരത്തിലേക്ക് വീണ്ടും എവിടെ നിന്നൊക്കെയോ മാജിക് വരാനായിട്ട് തുടങ്ങി. അല്ല, അവൻ്റെ മാജിക് അവസാനിച്ചല്ലേ, പിന്നെ എവിടെ നിന്നാണ്? അവൻ ശരിക്കും മാനുവൽ ബിലവഡാണ്. ഈ സമയത്ത് തന്നെ തൻ്റെ സോഡുമായിട്ട് ആസ്റ്റനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിലും ആസ്റ്റ പെട്ടെന്ന് ഒന്ന് ചിരിക്കും. അടുത്ത സെക്കൻഡ് ഒരു വലിയ ശബ്ദം കേട്ടിട്ട് ഒരു സോഡ് നേരെ മുകളിലേക്ക് ചാടി വന്ന് അതവൻ്റെ ഡീമൻ സ്ലെയർ ആയിരുന്നു. പിന്നെയാണ് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് യൂണോ നിലത്ത് കിടക്കുന്നതാണ്. യൂണോയുടെ ആ ഒരു സോഡിനെ ആസ്റ്റ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിരുന്നു. ആസ്റ്റ, നീ നീ വിജയിച്ചിരിക്കുന്നു. യൂണോ, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ സ്വപ്നം ഒരിക്കലും സഫലമാകില്ലായിരുന്നു. അതിനുശേഷം അവരെല്ലാരും കൂടെ ആർത്ത് വിളിക്കുകയാണ്. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. അതെ, ഈ ചർച്ചിലാണ് ആ 2 ഹീറോസും ജനിച്ചത്. അവർ ഇവിടെ നിന്നാണ് വളർന്നത്. ഒരു വിസാർഡ് കിങ് ആയതെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആ ചർച്ചിലെ ഫാദർ ഒച്ചത്തിൽ കിടന്ന് അലറുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവിടെ മാജിക് നൈറ്റ്സിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുവാണ്. നാഷ്, നീ നിന്റെ കംപ്ലീറ്റ് പവർ യൂസ് ചെയ്യുമല്ലോ. താങ്ക് യു സിസ്റ്റർ, ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ഈ സമയത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. മറിയ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അതൊന്നും നല്ലതല്ല, അത് ശരിക്കും ഡേഞ്ചറസ് ആയ ജോബാണ്. എന്തായാലും ഞാൻ ഒരു മാജിക് നൈറ്റ് ആകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ ഓക്കെ, നമുക്ക് ഒരുമിച്ച്. നിക്ക്, ഞാൻ ഒരു കാര്യം പറയാം, നീ എന്തായാലും ആസ്റ്റിനെ പോലെ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു സമയത്ത് അവിടെ എല്ലാവരും തന്നെ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം എത്തിയല്ലേ, ന്യൂബീസ് എല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ശരിക്കും ടഫാണല്ലോ. പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പത്തെ കാഴ്ചയാണ്. എന്തായാലും പോകുന്നിടത്ത് സൂക്ഷിച്ച് പോകണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് അവിടേക്ക് വരാം. റിയുവിനെ ഞാൻ തിരക്കെന്ന് പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞേക്കാം. ദേ, ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതൊരു മാജിക് ഐറ്റമാണ്. ഇതെന്തായാലും നീ കൈ വെച്ചേക്ക്. ഇത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ നേരത്ത്, പുതിയ കൺട്രീസിലേക്ക് ചെല്ലാൻ നേരത്ത് അവരുടെ ലാംഗ്വേജ് നിനക്ക് മനസ്സിലാകും. ശരിക്കും അതെന്തായാലും നല്ല സംഭവം. പിന്നെ എൽഡർ സിസ്റ്റർ ഷാർലറ്റ്, നിങ്ങളെന്തായാലും ഞങ്ങളുടെ ലാൻഡ് വന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്ത് എൽഡർ സിസ്റ്റർ? പക്ഷെ ഞങ്ങൾ ഡേറ്റിങ് തുടങ്ങിയതല്ലോ. സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ കുറെ നാളായിട്ട് ചിന്തിക്കുന്നുണ്ട്. കുറെ നാളായിട്ട് ചിന്തിക്കുന്നുണ്ടോ? അയ്യോ, എന്തായാലും ബ്യൂട്ടിയും ബീസ്റ്റ് ഒന്നിച്ചിട്ടുണ്ട്. ഇനി എന്റെ കാര്യം കൂടെ. നീ ആരോടെ ബ്യൂട്ടിയും ബീസ്റ്റ് വിളിച്ചിട്ടുണ്ട്? യാമയോടെ അവനെ തല പിടിച്ച് പൊക്കുകയും ചെയ്യും. എന്തായാലും നിന്റെ രാജ്യത്തിന്റെ ഭാവിനെ പറ്റി ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്തായാലും ഇനി പിന്നെ കാണാന്ന് പറഞ്ഞ് അവരവിടേക്ക് പോകുന്നുണ്ട്. അവളാട്ടെ അതൊക്കെ ഓർത്ത് ചിരിക്കുന്നുണ്ട്. അല്ല സിസ്റ്റർ, നിങ്ങളുടെ ഭർത്താവ് യാമ എന്നെ എടുക്കുന്നു. എന്ത് ചെയ്യാൻ, എപ്പോഴും ഒരേപോലെ തന്നെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ബുൾസിന്റെ ആ ഒരു സ്ഥലമാണ്. ക്യാപ്റ്റൻ, ഇവിടെ എന്ത് ചെയ്യുക? അതെ, എൻട്രൻസ് എക്സാമിന് സ്റ്റാർട്ടിങ് ആയിട്ടോ. അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ തൽക്കാലം നീ ലിക്കറൊന്നും ഇറക്കി വെക്ക്. പിന്നെ അതൊന്നും കുഴപ്പമില്ല, ഞാൻ കുറച്ചൊന്നും കുടിച്ചില്ലെന്ന് പറയുന്നിടത്ത് ഇതേ സമയത്ത് അകത്ത് മാഗ്നയും ലക്കും തമ്മിലുള്ള നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, അടങ്ങി നിൽക്കുന്നതാണ് നല്ലത്. ഇതേ സമയത്ത് അവരെല്ലാവരും തന്നെ നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെ നിപ്പുണ്ട്. പെട്ടെന്നാണ് അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ നടന്നത്. എന്നിട്ട് സോറ പറയും ചെയ്യും, എന്തായാലും എൻ്റെ ടെസ്റ്റ് നന്നായിട്ട് നടന്നിട്ടുണ്ട്. സോറ, മൈ മാൻ, നീ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. ബാ, നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കുന്നത്. അവരായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇതേ സമയം പിന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഫിൻഡലിനാണ്. അവനായിട്ട് ഉച്ചത്തിൽ കിടന്ന് അലറുന്നുണ്ട്. ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. ഞാൻ എന്തായാലും ഇന്നത്തെ ജോലി നിർത്തിട്ട് കുറച്ച് നേരത്തെ വരാന്നുണ്ട് അവൻ പോകുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ ഉടനെ തന്നെ ഒരു അങ്കിളാകുമല്ലേ. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ചാർമിയാണ്. അവളുടെ കൂടെ കുറേയധികം കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. യങ് മാസ്റ്ററിൽ ഈ കുട്ടികളെ ഇങ്ങനെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നത് അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓൾറെഡി ഒരു അച്ഛനായില്ലേ, അപ്പൊ പിന്നെ ഇതൊക്കെ നോക്കണ്ടേതൊക്കെ പറഞ്ഞിട്ട് ചാർമിയും കുഞ്ഞും ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഹാപ്പി ആയിട്ട് നിപ്പോണ്ട്. ഇതേ സമയം നമുക്ക് പിന്നെ ഒരു ടവറാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും തന്നെ സെറ്റിൽ ആയിട്ടുണ്ടല്ലേ. അവനും ഇപ്പോൾ വിസാർഡ് കിങ് ആയി. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും അടിപൊളിയാണ്. അതുമല്ല, ലോലോയും ഗാഗ എന്തായാലും ഒഫീഷ്യലി ഇപ്പൊ മാരേജ് ആയിട്ട് പോകുന്നു. ശരിക്കും വണ്ടർഫുൾ ആണ്. അത് മാത്രമല്ല, ലേഡി മറയിലിയാണ് ഇപ്പൊ ലാൻഡ് ഓഫ് ദി സണ്ണിൽ. ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അവൻ വിസാർഡ് കിങ് ആകാൻ വേണ്ടി. പക്ഷേ ഇനി എന്തായാലും ഞാൻ വിട്ടു തരത്തില്ല കേട്ടോ. നമ്മുടെ ഫൈറ്റ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിമോസ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് നോലയായിരുന്നു. നോല, ഞാൻ ഒരിക്കലും നിന്റെ മുമ്പിൽ തോറ്റ് തരത്തുമില്ല.
ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നെറോയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പ്രിൻസ് ലുമിരെ ദേ എല്ലാം ഒന്നുകൂടെ തുടങ്ങുവാണ്. ക്ലോർ കിങ്ഡം വീണ്ടും സമാധാനത്തിലേക്ക് എത്തിയിരുന്നു. പിന്നെ കാണുന്നത് ഓരോ സ്ഥലത്ത് ഓരോരുത്തർ സന്തോഷത്തോടെയൊക്കെ നിൽക്കുന്നതാണ്. അവരെല്ലാവരും അവരുടെ ഈ ഒരു സമയം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം, നീ ഇപ്പം സ്പേഡ് കിങ്ഡത്തിൽ നിന്നാണ് വന്നതെന്നറിയാം. പക്ഷേ ക്യാപ്റ്റൻ എന്തെങ്കിലും അതെ, നമ്മൾ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ ഇത്തവണ സെലക്ട് ചെയ്യും. തീർച്ചയായും അതിനല്ലേ ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്നെ സർപ്പാസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാകുന്ന എനിക്കൊന്ന് അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് യൂണോ അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ നേരെ മുന്നിലേക്ക് നടന്നു. ദി എൻട്രൻസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാറായി. പെട്ടെന്നാണ് വലിയൊരു കുലുക്കമുണ്ടായത്. അല്ല, അതെന്താണ്? പെട്ടെന്നാണ് അവൻ പറയുന്നത്, ദേ നമ്മുടെ കിങ്ഡം ഇപ്പൊ അറ്റാക്കിലാണ്. ഒരു എനോർമസ് ആയുള്ള അൺഐഡന്റിഫൈഡ് എയർഷിപ്പ് അതാ ക്യാപിറ്റലിലേക്ക് വരുന്നു പറയുന്നിടത്ത് അവരെല്ലാവരും ഞെട്ടി. കാര്യം ഒരു മാസീവായുള്ള ഒരു സ്പേസ്ഷിപ്പ് ആയിരുന്നു. വിസാർഡ് കിങ് എന്തായാലും അവിടേക്ക് പോകുന്നുണ്ട്. ഓ, വിസാർഡ് കിങ്ങോ? ഈ ചെറുക്കൻ ഇവൻ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ലല്ലേ. ആ സമയത്ത് യാമിയും പിന്നെ അവൻ കോൺട്രാക്ട് ചെയ്തിട്ടുള്ള ആ പുതിയൊരു ഡെവിലുണ്ടല്ലോ, ആ ഡെവിലോട്ട് യാമിയും അവിടേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണുന്ന വലിയൊരു എക്സ്പ്ലോഷനാണ്. ആ ഷിപ്പിലുണ്ടായിരുന്നവർ പറയും ചെയ്യും, അല്ല ഇതാരാണ് ഈ കുട്ടി? അവനെ കണ്ടിട്ട് അവന് മാജിക് ഒന്നുമില്ലല്ലോ. നീ നീ ആരാടാ? ഞാനോ? ഞാനാണ് ഈ കൺട്രിയിലെ ദി വിസാർഡ് കിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലാക്ക് ക്ലോറിന്റെ മാങ്ക ഇവിടെ ഒഫീഷ്യലി അവസാനിക്കുന്നത്.